ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗോവിന്ദൻ ഗീതു ചെയ്ത ആ ഒരു വലിയ സഹായത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയ്യപ്പേട്ടനോട് പറയുക. പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയെ ചതിക്കാതെ ഈ കുടുംബത്തിന് വേണ്ടി അവൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. വേണമെങ്കിൽ അവൾക്ക് വ്യാജരേഖ ഉണ്ടാക്കിയത് അമ്മയാണെന്നുള്ള കാര്യം പറയാമായിരുന്നു. പക്ഷെ അവൾ അത് ചെയ്തില്ല. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത എനിക്ക് അവളെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവളെ ഒറ്റപ്പെടുത്തി കളയാനോ തോന്നിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഒരു നിമിഷം ഓർക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അയ്യപ്പേട്ടൻ പറഞ്ഞു, അതിനെ വിളിക്കുന്ന പേരാണ് കുഞ്ഞെ സ്നേഹമെന്ന്. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ വല്ലാതെയായി. എന്തായാലും കുഞ്ഞിൻ്റെ മനസ്സ് നിറച്ച് ഗീതുമോളോടുള്ള സ്നേഹമാണ് നീ അയ്യപ്പേട്ടൻ അറിയാം. നീ അത് അവളോടൊന്ന് തുറന്ന് പറഞ്ഞു നോക്ക്, അപ്പോൾ അറിയാം. സ്ത്രീകൾക്ക് ഇത് നേരിട്ട് കേൾക്കുന്നതാ കൂടുതൽ മനസ്സിലാകുന്നതെന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെ അയ്യപ്പേട്ടൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ, എടാ പൊന്നുമോനെ, ആരുടെ മനസ്സറിയുന്ന എനിക്കാണോ കുഞ്ഞെ ഒരു പെണ്ണിൻ്റെ മനസ്സറിയാൻ പാട് എന്ന് അയ്യപ്പേട്ടൻ ഗോവിന്ദനോട് ചോദിച്ചു. കാണുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പെണ്ണുങ്ങൾ. അതുകൊണ്ടല്ലേ ഈ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരുത്തൻ 10 ദിവസം അടുപ്പിച്ച് ഫോൺ വിളിച്ചാൽ മറ്റൊന്നും നോക്കാതെ ചില പെണ്ണുങ്ങൾ അവന്മാരുടെ കൂടെ ചാടിപ്പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ചിരിച്ചു. അതുകൊണ്ടേ ഉപകാരത്തിന് അപ്പം തന്നെ നന്ദി പറയുക വേണ്ടതെന്നും പറഞ്ഞു. പിന്നെ താമസിച്ചിട്ടില്ല കേട്ടോ, ഇനി പറഞ്ഞാലും മതിയേ എന്നൊക്കെ അയ്യപ്പേട്ടൻ ഇങ്ങനെ ഗോവിന്ദനോട് പറഞ്ഞപ്പോൾ ഗോവിന്ദനും ഒരു സന്തോഷം. ഞാനിപ്പോൾ അത് പറഞ്ഞാൽ ശരിയാവും അയ്യപ്പേട്ടാന്ന് ചോദിച്ചു. ഞാൻ അവളെ ശുശ്രൂഷിച്ചതും അവൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതുമൊക്കെ രാധികാമ്മയെ രക്ഷിച്ചതിൻ്റെ പേരിലാണെന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട, അത് മോശമല്ലേ. ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയി പോലെ അയ്യപ്പേട്ടാന്ന് ഗോവിന്ദൻ ചോദിച്ചു. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ നന്ദിയുടെ പേരിലുള്ള ശുശ്രൂഷയല്ല ഗീതുവിനോട് കാണിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദന് ഭയങ്കര ഒരു ചമ്മലും നാണമൊക്കെ. പെട്ടെന്ന് ഞാൻ അവളെ നല്ലൊരു സുഹൃത്തായിട്ട് ഇപ്പോഴും കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഗീതുമോള് വീണ്ടും കുഞ്ഞിൻ്റെ നല്ലൊരു കൂട്ടുകാരിയായല്ലേ എന്ന് ചോദിച്ചു. മതി, അത് മാത്രം മതിയെന്നും അങ്ങനെ തന്നെ വേണമെന്നും പറഞ്ഞു. മനസ്സുകൊണ്ട് അവളെ ഒരു സുഹൃത്തായി കണ്ട് ശുശ്രൂഷിക്കാനുള്ള മനസ്സ് കുഞ്ഞ് കാണിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. താമസിയാതെ ആ മനസ്സ് തന്നെ പറഞ്ഞോളും തൻ്റെ സുഹൃത്തല്ല തൻ്റെ ഭാര്യയാണ് അവളെന്ന്. അയ്യപ്പേട്ട, എനിക്കറിയാം കുഞ്ഞ്, ഈ മനസ്സ് എനിക്കറിയാം. കാരണം കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഇപ്പോൾ എൻ്റെ ഗണപതി കുഞ്ഞിൻ്റെ കയ്യിലാണ് നമ്മുടെ അയ്യപ്പേട്ടൻ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ചിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ആ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുന്നു. എൻ്റെ ഗണപതി കുഞ്ഞെ, നിന്നെ ഞാൻ ശരിക്കും കണ്ടോളാം. ഇവർ തമ്മിലുള്ള ഈ ഒരു ഇതൊക്കെ മാറ്റി അവർ തമ്മിൽ യഥാർത്ഥ സ്നേഹമാക്കി തരണേന്നൊക്കെ പറഞ്ഞ് അയ്യപ്പേട്ടൻ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. എന്നിട്ട് നേരെ ഗണപതി കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അയ്യപ്പേട്ടൻ നേരെ ഗണപതി കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് അവിടെ നിന്നു ഈ കാര്യങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക, വിളക്കൊക്കെ കൊളുത്തി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കാര്യമൊക്കെ പറഞ്ഞ് അതുപോലെ അയ്യപ്പേട്ടൻ പോയി ഗണപതി സ്വാമിയോട് സംസാരിച്ച് ഒക്കെ അങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് രാവിലെ ആയിക്കഴിഞ്ഞു. നമ്മുടെ ഗീതു നേരെ പോരുന്നത് മേഡത്തിനെ കാണാനാണ്. ആ തറവാട്ടിലേക്ക് വന്ന് കയറിയപ്പം മേഡം അവിടെ നിന്ന് പത്രം വായിക്കുക. പതുക്കെ പമ്മി വന്ന് ഗീതു മേഡത്തിന് ഒറ്റ പേടിപ്പീരം. അപ്പോഴേക്കും മേഡം ശരിക്കും പേടിച്ചു പോയി. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നോ എന്ന് വിജയലക്ഷ്മി മേഡം ചോദിക്കുക. ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങിയില്ലെങ്കിലേ പിന്നെ ചാടി നടക്കേണ്ടി വരുമെന്ന് ഗീതു. വയ്യാത്ത ഈ കാലം കൊണ്ട് പുറത്തിറങ്ങാൻ ഗോവിന്ദ് സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ കാറിൽ പോയിക്കോണമെന്ന് കർശന നിർദ്ദേശമൊക്കെ ഉണ്ട്. വീട്ടിലിരുന്ന് മടുത്തെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു. എന്നിട്ടെന്താ പോവാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ കൂടെ സ്വറ പറഞ്ഞ് യാത്ര ചെയ്യുന്നതൊക്കെ ഒരു സുഖമല്ലേ പെണ്ണെ, ആ ചാൻസ് എന്തിനാ നീ വെറുതെ നഷ്ടപ്പെടുത്തിയതെന്ന് മേഡം ചോദിച്ചപ്പോൾ ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ പോയാലേ എൻ്റെ പ്രിയപ്പെട്ട വാനമ്പാടിയെ കാണാൻ എനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മുടെ ഗീതു. അതുകൊണ്ട് കണ്ണേട്ടൻ കുളിക്കാൻ കയറിയ നേരം നോക്കി സ്കൂട്ടർ എടുത്ത് ഞാൻ അങ്ങ് മുങ്ങിയതാണെന്ന് പറഞ്ഞു. കൊള്ളാമെന്ന് മേഡവും. ഇനി ഇതിൻ്റെ പേരിൽ രാധികാമ്മ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഗീതു. എന്നെപ്പറ്റി മോശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അവർ പറഞ്ഞു എന്ന് അറിഞ്ഞാം പാലിശ കൂട്ടി ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് നമ്മുടെ ഗീതു വീറും വാശിയോട് കൂടെ പറയുമ്പോൾ അതെ, തോറ്റു പോകരുതെന്ന് പറഞ്ഞു. ഗോവിന്ദന് നിന്നോട് ഇപ്പോൾ ഉള്ള ഈ അറ്റാച്ച്മെൻറ്റ് നീ മാക്സിമം മുതലെടുക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യം പറയണം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ്റെ കോൾ വന്നു. അപ്പോൾ തന്നെ ഗീതു അയ്യോ കണ്ണേട്ടനാണെന്ന് പറഞ്ഞു. വേഗം എടുക്കാൻ പറഞ്ഞു മേഡം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗീതു ഇങ്ങനെ യോ എന്നൊക്കെ വെച്ചു കോൾ എടുക്കണം വേണ്ടെന്ന് പറയാം. ഞാൻ മാമിനെ കാണാനാ പോകുന്ന രാധികാമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് അറിഞ്ഞിട്ടുള്ള വിളിയാ എന്നൊക്കെ ഗീതു ഇങ്ങനെ ടെൻഷനോടെ പറയുന്നു. എന്ത് ചെയ്യും കോൾ എടുത്താലേ ആ അരസ്യത്തിന് എന്നെ കടിച്ച് കീറുമെന്നൊക്കെ പറഞ്ഞു.
അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗീതു, നീ വേഗം കോൾ എടുക്കുക, കാറിലേ പോകാവൂ എന്ന് പറഞ്ഞിട്ട് നീ സ്കൂട്ടറിൽ അതിൻ്റെ വേവലാതി അവന് നീ എടുക്കാൻ പറഞ്ഞു. മാമിന് കണ്ണേട്ടനെ ശരിക്കും അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു ഗീതു. ദേഷ്യം വന്നാലേ എന്താ ചെയ്യുക എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പം ആണോന്ന് മേഡം, സ്നേഹം വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് നമ്മുടെ മേഡം ചോദിച്ചു. ഉവ്വ, അക്കാര്യത്തിൽ ആറ് പിശുക്കനാ. പിന്നെ അഭിനയിക്കാനൊക്കെ അറിയാം, പക്ഷേ അനുഭവിപ്പിക്കാൻ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു. ഇപ്പം മേഡം ചിരിച്ചു. ശരി ശരി, ഇത് സ്നേഹം കൊണ്ടുള്ള വിളിയാണ്, നീ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മേഡം നിർബന്ധിച്ചത് കൊണ്ട് എടുക്കാൻ തുടങ്ങുക ഗീതു. ഇനി ചീത്ത ഞാൻ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു എടുത്തു. അപ്പോൾ അങ്ങനെ ഗീതു കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും കട്ടായി. വീണ്ടും കോൾ വന്നു. അപ്പോൾ ഈ കോളിൽ അവൻ സ്നേഹത്തോടെ വിളിക്കുന്നതാണെന്ന് മേമും പറഞ്ഞു, അതുപോലെ തന്നെ ദേഷ്യത്തോടെ വിളിക്കുന്നതാണ് ഗീതുവും പറഞ്ഞു. അപ്പോൾ ബെറ്റ് വയ്ക്കാമെന്നോ ഇവർ തമ്മിൽ. ശരി, ബെറ്റ് വയ്ക്കാം. സ്നേഹത്തോടെയുള്ള വിളിയാണെങ്കിൽ മാം ജയിച്ചു, ദേഷ്യത്തോടെയുള്ള വിളിയാണെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് ഗീതു അന്നേരം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനാണ് ഇതിൽ ജയിക്കുന്നതെങ്കിൽ ഈ വിജയലക്ഷ്മി എന്ന വാനമ്പാടിയുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്താ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ ശരി സമ്മതമാണെന്ന് മേഡം. അങ്ങനെ മേഡം പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ഗീതു കോൾ എടുത്തു. അപ്പോൾ അങ്ങനെ ആ കോൾ എടുത്ത് നമ്മുടെ ഗീതു സംസാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി മേഡം പറഞ്ഞതുപോലെ തന്നെയാണ് ഗോവിന്ദൻ്റെ സംസാര രീതികൾ. അങ്ങനെ നിർത്താതെ കുറേ തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴാട്ടോ ഗീതു കോൾ എടുത്തത്. അങ്ങനെ ലൗഡ് സ്പീക്കറിലൊക്കെ ഇട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗീതു ദേഷ്യപ്പെട്ടപ്പോൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ഗോവിന്ദൻ തിരിച്ച് ചോദിക്കുക. ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഗീതു ഞെട്ടിപ്പോയി. ഗീതു അന്താളിച്ചിങ്ങനെ നോക്കുക. മേഡം ജയിച്ചല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട, എൻ്റെ തിരക്ക് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചോളും എന്നും പറഞ്ഞു ഗീതു. അയ്യോ, നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചൊന്നും അല്ല ഗീതു എന്ന് പറഞ്ഞു. ഗീതു അമ്പരപ്പോടുകൂടി നോക്കാം. മേഡം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നോക്കി തിരിഞ്ഞൊക്കെ നിൽക്കുന്നു. കാലിൻ്റെ വേദന പൂർണ്ണമായി മാറാതെ നീ എന്തിനാ സ്കൂട്ടറിൽ പോയത്, വേദന കൂടില്ലേ എന്ന് ഗോവിന്ദൻ. നീ എവിടേക്ക് പോകണം എന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോവില്ലേ, എന്തത് പോരെന്ന് ചോദിച്ചു. ഗീതു അന്നേരം മേഡത്തെ ഇങ്ങനെ നോക്കുക. മേഡം അന്നേരം എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നേ. അപ്പോൾ നല്ല രസമായിട്ട് ഗീതു ചമ്മി എന്നുള്ള കാര്യം മനസ്സിലായി. AGMൻ്റെ ചെയർമാനെ എനിക്ക് ഡ്രൈവറായിട്ട് വേണ്ട, വേദന സഹിച്ചാണെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ എനിക്കറിയാവുന്ന ഗീതു എന്നും പറഞ്ഞു മേഡം. അപ്പം നീ എന്തിനാ ഗീതു വേറെ രീതിയിൽ സംസാരിക്കുന്നു ചോദിച്ചു. അപ്പോൾ എന്തിനാ വിളിച്ചത് അത് പറയാൻ പറഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നീ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് അറിഞ്ഞു, എവിടേക്കാ പോയതെന്ന് അറിയാത്തത് കൊണ്ട് വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗീതുവിന് ദേഷ്യം വന്നു. ഞാനെന്താ അറയ്ക്കൽ അടിമയാണോ, നിങ്ങളുടെ അനുവാദം ഇല്ലാതെ എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അങ്ങനെയൊന്നും അല്ല, നിന്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല ഗീതു. വയ്യാത്ത കാലും കൊണ്ട് സ്കൂട്ടറിൽ പോയി എന്തെങ്കിലും അപകടമുണ്ടായാലോ എന്ന് ഭയന്നിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു. മേഡം പറഞ്ഞ് അച്ചിട്ടായി ആ രീതിയിൽ തന്നെ. അപ്പോൾ ഒന്നും പറഞ്ഞു മേഡം ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. മേഡത്തിന് ചിരി അടക്കാൻ പറ്റുന്നില്ല, കടിച്ചു പിടിച്ച് നിൽക്കുന്നു. ഗീതു ഇങ്ങനെ മേഡത്തിനെ തുറച്ച് നോക്കുന്നു. ചമ്മി പോയല്ലോ. ഞാൻ എത്ര വെറുപ്പിക്കൽസ് നടത്തിയിട്ടും കണ്ണേട്ടൻ എന്താ എന്നോട് ദേഷ്യപ്പെടാത്തതെന്നൊക്കെ ഗീതു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. ഇനി കണ്ണേട്ടനെ കൽപ്പിക്കാൻ അറ്റ കൈ പ്രയോഗം തന്നെ നടത്താമെന്ന് പറഞ്ഞു ഗീതു മനസ്സിൽ. ആത്മകഥം നടക്കട്ടെ എന്ന് മേഡം. അങ്ങനെ നമ്മുടെ ഗീതു ദേഷ്യപ്പെട്ട് എന്താ ഞാൻ അപകടത്തിൽ പെടുമെന്ന് എന്തെങ്കിലും സൂചന നിങ്ങളുടെ രണ്ടാനമ്മ തന്നോ എന്ന് ഗീതു ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇതെന്നാന്ന് നോക്കുക. അതോ ഞാൻ അപകടത്തിൽ പെട്ടോ എന്നറിയാനുള്ള വിളിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗീതു നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്ന് ഗോവിന്ദൻ. കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട, പിന്നെ എന്തിനാ വിളിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുമെന്നും ഗീതു ഗോവിന്ദനോട് പറയാം. ഞാൻ രാവിലെ തെണ്ടാൻ ഇറങ്ങിയെന്ന് നിങ്ങളുടെ രണ്ടാനമ്മ പറഞ്ഞു കാണും അല്ലേ, അതല്ലേ, അതുകൊണ്ടല്ലേ, അതെവിടേക്കാണെന്ന് അറിയാനുള്ള വിളിയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗീതു അമ്മ എന്നോട് നിൻ്റെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, നീ എവിടേക്കാ പോയിരിക്കുന്നതെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. വെറുതെ എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. ഗീതു ഒന്നും മിണ്ടുന്നില്ല. ഹലോ എന്ന് ഗോവിന്ദൻ അവിടെ നിന്ന് വെക്കുന്നു. ഗീതുവിന് മിണ്ടാട്ടം മുട്ടിപ്പോയേ. ഹലോ ഗീതു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഹലോ ബെറ്റ് തോറ്റല്ലേ എന്ന് ചോദിച്ചു. പിന്നാലെ മേഡം ചോദിക്കാം. ഈ സമയത്തേക്ക് നമ്മുടെ ഗീതു ഫോൺ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ സുരക്ഷിതയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഗീതു ഇങ്ങനെ അതെന്താ അങ്ങനെ നോക്കാം. അപ്പോൾ തന്നെ മേഡം അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. ഗീതുവിനൊന്നും മനസ്സിലാവുന്നില്ല. ഗീതു ഇങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ ഒരു ചമ്മലും കൊണ്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണെന്നും നീ എവിടെയാണെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്നും ഗോവിന്ദൻ ഗീതുവിനോട് പറയാം. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് വരും, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അത് പിന്നെ ഓഫീസിൽ വേണ്ട, പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാലോ,
എനിക്ക് നിന്നെ 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 കണ്ട് മറ്റാരുടെ ശല്യം ഇല്ലാണ്ട് എനിക്ക് സംസാരിക്കണം. എനിക്ക് മനസ്സ് തുറന്ന് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വരാൻ കണ്ണേട്ടാ, എവിടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫോണിലൂടെ പറഞ്ഞോളാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്കിൽ കണ്ണേട്ടൻ എവിടെ കാണുമെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരുടെ ആ സ്നേഹം കണ്ടപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് മേടം തലയാട്ടോ. ശരി ഓക്കെ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പം നമ്മുടെ ഗീതുവിൻ്റെ ചെവിക്ക് പിടിച്ച് ചെവി പൊന്നാക്കിക്കൊണ്ട് ഇങ്ങ് വാ, നീ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്ന് മേഡം ചോദിക്കുക കേട്ടോ. ഗോവിന്ദ് എത്ര ശാന്തനായിട്ടാണ് നിൻ്റെ മുന്നിൽ പ്രതികരിച്ചത്, നീ എന്താ കാണിച്ചത്? അത് കണ്ണേട്ടൻ എന്നെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാറുണ്ട്, അതുകൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടുള്ള അടവാ ഈ സോഫ്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞു. അവൻ നിന്നോട് ദേഷ്യപ്പെടാത്തത് കൊണ്ട് ബെറ്റിൽ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം അപ്പം മാമിനെ കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ അറിയാൻ എനിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന്. നീ ഇവിടെ കാത്തിരിക്കേണ്ട, വേഗം അവൻ പറഞ്ഞെടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ഉന്തി തള്ളി വിടുക. എന്തായിരിക്കും എന്നാലും എന്നോട് കണ്ണേണ്ണ പറയാനുള്ളതെന്ന് ഗീത് ചോദിച്ചപ്പോൾ അവർ പറയാനുള്ളത് എന്താണേലും അത് നിന്ന് കേൾക്കും. അന്ന് നീ ചെയ്തത് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മിക്കവാറും പറഞ്ഞു. എന്നും ഞാൻ എന്ത് ചെയ്ത കാര്യങ്ങൾ? അല്ല, പോലീസിന് മുന്നിൽ നീ രാധികയെ ഒറ്റുകൊടുത്തില്ലല്ലോ, ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ അതിനെക്കുറിച്ച് അവൻ നിന്നോട് എന്തായാലും സംസാരിക്കുമെന്ന് പറഞ്ഞപ്പം അതിനൊന്നും യാതൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടെന്ന് മേഡം തർപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് നീ കാല് വയ്യാതിരുന്നപ്പോൾ കൂടുതലും നിന്നെ ശുശ്രൂഷിച്ചതെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ ഈ ഒരു അവസ്ഥയെപ്പറ്റി മേഡം. നിന്നെ അത്രയ്ക്ക് കെയർ ചെയ്ത അവൻ നിന്നോട് ഇപ്പോഴും ദേഷ്യപ്പെടില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു കേട്ടോ. അതെന്തായാലും കറക്റ്റ് ആയിരുന്നല്ലോ. സമ്മതിച്ചു നാമിച്ചെൻ്റെ പൊന്നെ, എന്നെ മാത്രമല്ല കണ്ണേട്ടനെയും നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം നമ്മുടെ ഗീതു. ഇതിൻ്റെ ഒരു റൂട്ട് അതങ്ങനെയാണ് മോളെ എന്ന് മേഡം. ഇപ്പോൾ നീ അവരെ കാണാൻ പോവല്ലേ? ചെന്ന് കാണാം. ഞാനേ ഒരു പ്രഡിക്ഷൻ കൂടി നടത്താം. അതെന്നേ, ഇന്ന് നിന്നെ അവൻ കാണുമ്പോൾ ഇപ്പം അവൻ നിന്നെ കാണുമെന്ന് പറഞ്ഞത് വെറുതെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, അവൻ്റെ മനസ്സ് നിൻ്റെ മുന്നിൽ തുറക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോഴും ഗീതു ഇങ്ങനെ അമ്പരപ്പോടു കൂടി നിൽക്കുക. ദൈവമേ എന്തായിരിക്കും പറയുന്നത് എന്നുള്ളൊരു പേടിയുണ്ട് പാവത്തിന്. ഇന്നലെയും കൂടി നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്നുള്ള കാര്യം പറഞ്ഞതാണല്ലോ. അവൻ ഇന്ന് നിന്നോട് ഐ ലവ് യു എന്ന് പറയുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഗീതു സത്യമാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഇതൊക്കെ മാറ്റം വേണ്ടാതേനൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഈ മൂക്ക് പറിച്ചെടുക്കും കേട്ടോ എന്ന് ഗീതു പറഞ്ഞേ. എൻ്റെ മൂക്ക് പറിച്ചെടുക്കാൻ നിൽക്കാതെ നേരെ അവിടെ പോയി അവൻ്റെ ഹൃദയം പറിച്ചെടുക്കാൻ നോക്കാൻ പറഞ്ഞു നമ്മുടെ മേഡം. ചെല്ല് പെണ്ണേന്ന് പറഞ്ഞുകൊണ്ട് ഉന്തിത്തള്ളി നമ്മുടെ ഗീതുവിന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് പറഞ്ഞു വിടുക. അങ്ങനെ അവൻ നിന്നോട് ഐ ലവ് യു പറയുമ്പോൾ രാധിക എന്ന് പറയുന്ന വൻ വൃക്ഷം അങ്ങനെ ആ ഒരു ഇതങ്ങ് പൊയ്ക്കോളും. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ നോക്കി അവൾ തളർന്നോളും. വന്ന് നിങ്ങളുടെ നാക്കിന് ഒരു ലൈസൻസും ഇല്ലാണ്ടായോ? ശരിയല്ല നിങ്ങൾ ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നൊക്കെ വെകളിയൊക്കെ കൂട്ടിയിട്ട് ഗീതു അങ്ങ് പോവാം. പക്ഷെ ആ ഉള്ളിൽ ഭയങ്കര സന്തോഷം കേട്ടോ. വന്നതുപോലെ തന്നെ നമ്മുടെ ഗീതു തിരിച്ചു പോണു. ഗീതുവിൻ്റെ മനസ്സിങ്ങനെ വലിയ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ട് പറന്നാ പോന്നെ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നോടുള്ള ഇഷ്ടം പറയാനായിരിക്കുമോ കണ്ണേട്ടൻ വിളിച്ചതെന്നൊക്കെ ഗീതു ചിന്തിക്കാം. എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞാലോ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഗീതു ഒന്ന് ചിന്തിക്കാം. ഗീതുവിൻ്റെ ഒരു നാണം. അപ്പോൾ ഗീതു പക്ഷെ ഇന്നലെ എന്നോട് കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ നിന്ന് ചിന്തിക്കാം. എന്താ കണ്ണേട്ടൻ എന്നോട് പറയാൻ പോണേന്നുള്ള ആ ഒരു ആകാംക്ഷ, ആ ഒരു എന്താ പറയുന്നത് വല്ലാത്തൊരിതൊക്കെ ആയിട്ട് നമ്മുടെ ഗീതു സ്വപ്നങ്ങൾ ഒരുപാട് നെയ്തു കൂട്ടി കണ്ടും കേട്ടും ഒക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു രസകരമായ എപ്പിസോഡിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ.